ഹൈറുകളുണ്ടല്ലോ, ഷർറുകളുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന. സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, യാതനകൾ വരുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ കരയാൻ പാടില്ല. നിബിധങ്ങൾ പറയാ. നാലാമത്തെ പ്രതിഫലം എന്താ? ആരെങ്കിലും ഒരാള് എന്റെ പ്രിയപ്പെട്ടവരെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം ഏതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ അതാ പറയുകയാ. ആരെങ്കിലും ഒരാൾ തവക്കൽതു അലല്ലാഹ് എന്നെ പ്രിയമുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്റെ പ്രിയമുള്ളവരെ അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലമുണ്ടല്ലോ. ഏതൊന്ന് നബിതങ്ങൾ പറയുകയാ. കുല്ലയുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ വന്നാലും, ഏതെല്ലാം സങ്കടങ്ങൾ വന്നാലും, ഏതെല്ലാം നൊമ്പരങ്ങൾ വന്നാലും, ഏതെല്ലാം രോഗങ്ങൾ വന്നാലും, ക്യാൻസർ വന്നാലും, ലിവർ രോഗം വന്നാലും, ബ്രെയിൻ ട്യൂമർ വന്നാലും, മൈഗ്രെയിൻ വന്നാലും, മരിച്ചു പോകുന്ന രോഗങ്ങൾ വന്നാലും, കടങ്ങൾ വന്നാലും, അരച്ചു മുറിക്കുന്ന രോഗങ്ങൾ വന്നാലും, കച്ചവടത്തിൽ എന്റെ പ്രിയമുള്ളവരെ നഷ്ടങ്ങൾ വന്നാലും അല്ലാഹു പറയുകയാ, അതിൽ പിടിച്ചു നിൽക്കാനുള്ളൊരു ധൈര്യമുണ്ടല്ലോ അല്ലാഹു നൽകുന്നതാ. ഈ കാര്യത്തിലെ ആറാമത്തെ കാര്യമുണ്ടല്ലോ, പഠിക്കണമെന്റെ പ്രിയമുള്ളവരെ. ഈ കാര്യത്തില് ആറാമത്തെ കാര്യമുണ്ടല്ലോ, ഞാനും നിങ്ങളും പഠിക്കേണ്ടതാ. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഖൈറുകളുണ്ടല്ലോ, ഷർറുകളുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന. സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, യാതനകൾ വരുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ കരയാൻ പാടില്ല. ഞാൻ എന്റെ പ്രിയമുള്ള വാപ്പമാരോട് പറയുകയാ. കടങ്ങൾ കൂടുമ്പോ, വ്യഭിചാരങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അധികരിക്കുമ്പോ, നമ്മുടെ മക്കളുണ്ടല്ലോ കള്ളുകുടിയിലൂടെ ജീവിതം കൊണ്ടുപോകുമ്പോ, നമ്മുടെ മാതാപിതാക്കള് ഒരിക്കലും എന്റെ പ്രിയമുള്ളവരെ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഉസ്താദേ മക്കളെ പഠിപ്പിച്ചതാ, ഉസ്താദേ മകളെ കെട്ടിച്ചതാ, ലക്ഷങ്ങള് കടങ്ങളാ, നിവർത്തിയില്ല ഉസ്താദ് എന്ന് പറയുന്നവരോട് പറയുകയാ. ഒരു ദിക്റിന്റെ പ്രിയമുള്ളവരെ പറയുകയാ. താങ്ങാൻ കഴിയാതെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ഞാനും നിങ്ങളുമുണ്ടല്ലോ ചൊല്ലേണ്ട ദിക്റേതാ. സങ്കടങ്ങൾ വരുമ്പോ, കൊടുത്തു വീടാൻ കഴിയാത്ത കടങ്ങൾ വരുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ കൃഷികൾ ചെയ്യുകയാ. 10 മാസം കഴിയുമ്പോ വിളവില് ലാഭമില്ല. അങ്ങനെ കഥാ പ്രതിസന്ധികൾ വരുമ്പോ ചൊല്ലേണ്ട ദിക്റേതാ. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, ആരെങ്കിലും ഒരാ സങ്കടങ്ങൾ വരുമ്പോൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ അഭയമല്ലയാണ്, അവൻ അല്ലയാണ് അഭയമെന്ന് നബിതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ എന്നോടും നിങ്ങളോടും പറയുമ്പോ, ആയിഷ ബീവിയുണ്ടല്ലോ സൗബാൻ തങ്ങളുമായി പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ മുനാഫിക്കീങ്ങളുണ്ടല്ലോ. ആയിഷ ബീവി ആരാ? നബിതങ്ങളുടെ പ്രിയതമയാ, നബിതങ്ങളുടെ ജീവനാ. ഒരിക്കലതാ മുനാഫിക്കീങ്ങൾ പറയുകയാ, ആയിഷ വ്യഭിചരിച്ചല്ലോ, സൗബാനുമായി വ്യഭിചരിച്ചല്ലോ എന്നെന്റെ പ്രിയമുള്ളവരെ മുനാഫിക്കീങ്ങളുണ്ടല്ലോ പറയുകയാ. നബിതങ്ങൾ ഇത് കേൾക്കുകയാ, നബിതങ്ങൾ സങ്കടപ്പെടുകയാ. നബിതങ്ങളതാ ആയിഷ ബീവിയോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ആയിഷ ആയിഷ നീ നിന്റെ വീട്ടിലേക്കൊന്ന് പോണേ ആയിഷ. ആയിഷ ബീവിയും സൗബാൻ തങ്ങളും എന്റെ
പ്രിയപ്പെട്ടവരിങ്ങനെ നടന്നു പോയപ്പോ മുനാഫിക്കുകൾ ഒന്നടങ്കം പറഞ്ഞു ആയിഷയും സൗബാനും വ്യഭിചരിച്ചു. ആയിഷ ആരാ? മുത്തുനബിയുടെ പ്രിയപ്പെട്ട പ്രിയതമയാ. ഇതിങ്ങനെ പരക്കാൻ തുടങ്ങി. അല്ല, അങ്ങനെ ചില ആളുകള് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചാൽ അവനെ കൊന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അടങ്ങും. ഇപ്പൊ കുരിശുപള്ളി കവല ഒരുത്ത നിക്ക സുബ്ഹാന റബ്ബി, ഒരു പെണ്ണും ഒരാളും കൂടി ഇങ്ങനെ പോയി. അപ്പൊ ഇങ്ങനെ ചിലപ്പോ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ കുരിശുപള്ളി കവലയിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഒരു ഓട്ടോ ഓടിക്കണ ഒരു പെണ്ണിന് എന്ത് ചെയ്തു? അവിടെ നിന്ന് കയറ്റി. അപ്പൊ സ്വാഭാവികമായിട്ടും വേറെ ഓട്ടോറിക്ഷ ഇങ്ങനെ കൈ കാണിക്കുക. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ എന്ത് ചെയ്യും? ചിലപ്പോ ഒറ്റടിക്ക് 2 പൈസ കിട്ടാൻ വേണ്ടി സാധുക്കൾ എന്ത് ചെയ്യും? ചിലപ്പോ എന്ത് ചെയ്യും? അന്നാ സൈഡിൽ ഇരുന്നാ മതി, എന്ത് ചെയ്യും? എന്നാ കേറിക്കോന്ന് പറയും. അപ്പൊ ഈ പെണ്ണെന്ത് പറയും? കുഴപ്പമില്ല, പുറകെ ഇരുന്നോന്ന് ചിലപ്പോ അബദ്ധത്തിൽ പറഞ്ഞ ഇയാളെന്ത് ചെയ്യും? നേരെ ഈ പെണ്ണിന്റെ ഇപ്പുറത്ത് അറ്റത്തിരിക്കും. അപ്പോഴായിരിക്കും ആ കവലയിൽ സിഗരറ്റും വലിച്ച് 5 ചായം കുടിച്ച് പതയില്ലാത്ത ചായം കുടിച്ചിട്ട് ആ കവല നിൽക്കണ ചില ചങ്ങാതി ഒരു അപ്പം പറയും, അല്ലാഹ് കണ്ടില്ലേ ഓള് ആയിഷ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഇങ്ങനെ ഫിത്നയും ഫസാദ് ഇങ്ങനെ പറയാൻ തുടങ്ങും. ചില ആളുകൾ അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ച ഫിത്നയും ഫസാദ് പറഞ്ഞു കൊന്നിട്ടേ അടങ്ങും. ആയിഷ ബീവി വ്യഭിചരിച്ചു എന്ന് ഇങ്ങനെ മുനാഫിക്കുകൾ പറയാൻ തുടങ്ങി. ഇത് നബി തങ്ങൾ അറിഞ്ഞു. നബി തങ്ങൾ ആയിഷയോട് പറഞ്ഞു, ആയിഷ നീ ഇന്ന് വീട്ടിലേക്കൊന്ന് പോ, കുറച്ച് ദിവസം അവിടെ നിൽക്ക്, എന്നിട്ട് തിരിച്ചു വാ. ആയിഷ ബീവിക്ക് സങ്കടമായി. ആയിഷ ബീവിക്ക് സങ്കടമായി. ആയിഷ ബീവി എന്റെ പ്രിയമുള്ളവരെ സിദ്ദീഖ് തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. അബൂബക്കർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. അബൂബക്കർ തങ്ങളാകുന്ന പ്രിയപ്പെട്ട പിതാവിനോട് പറയുകയാ, വാപ്പാ എന്നെ വിശ്വാസമാണോ വാപ്പാ? ഉമ്മയുടെ ചാരത്തേക്ക് ആയിഷ ബീവി കടന്നു ചെല്ലുകയാ. ആയിഷ ബീവി പ്രിയപ്പെട്ട ഉമ്മയോട് പറയുകയാ, ഉമ്മ എന്നെ വിശ്വാസമാണോ ഉമ്മ? രണ്ടുപേരും പറയുകയാ, മോളെ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാ മോളെ. മോളെ നീ റസൂലുള്ളാഹിന്റെ ഭാര്യ, നിങ്ങൾക്ക് വിശ്വാസ? ആയിഷ ബീവിക്ക് സങ്കടായി. ആയിഷ ബീവി എല്ലാ ദിവസവും വീടിന്റെ വാതിക്കൊപ്പം ഇങ്ങനെ നോക്കും, നബിതങ്ങൾ വരണുണ്ടോ, നബിതങ്ങൾ വരണുണ്ടോ. കാരണം ഒരു പ്രയാസമായിട്ട് നബിതങ്ങൾ പറഞ്ഞിട്ടില്ലേ. നമ്മൾ അങ്ങനെ ആയിരിക്കും, ഭാര്യയും ഭർത്താവും ഒച്ചപ്പാടും വെള്ളമൊക്കെ ആയി കഴിഞ്ഞാല് ഭർത്താവ് ചിലപ്പം കൂർക്കം പിടിച്ച കിടന്ന് നടക്കും. അപ്പഴും ഭാര്യ നമ്മളെ നോക്കിയിട്ടുണ്ടാവും, വീടിന്റെ വാതിക്കലുണ്ടാവും. അപ്പോ ആയിഷ ബീവി ഇങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു ദിവസം സുബഹി നിസ്കാരം കഴിയുമ്പോ നബിതങ്ങൾ ഇങ്ങനെ മെല്ലെ നടന്നു വരിക. നബിതങ്ങള് മെല്ലെ നടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ സുബഹി കഴിഞ്ഞ് കടന്നു വരുമ്പോ ആയിഷ ബീവി ഓടിച്ചൊന്നുകൊണ്ട് നബിതങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. നബിതങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നു, ആയിഷ നിരപരാധിയാ വന്നു. യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ നിരപരാധിയാണെന്ന് ആയത്തിറങ്ങിയോ? ആ സമയത്ത് നബിതങ്ങൾ പറയാ, ആയിഷ ആയത്തിറങ്ങി. നബിതങ്ങൾ തിരിച്ചു ചോദിച്ചു, ആയിഷ ഇങ്ങനെ ആയത്തിറങ്ങുമെന്ന് നിനക്ക് പറയാനുള്ള ധൈര്യം എന്താ? ആയിഷ നീ വ്യഭിചരിച്ചില്ല, ഓക്കേ. നബിതങ്ങൾ പറയാ, ആയിഷ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ആയിഷ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ആയത്തിറങ്ങുമെന്ന് നിനക്ക് അത്ര വിശ്വാസം എന്തായിരുന്നു? ആ സമയത്ത് ആയിഷ ബീവി പറയാ, നബിയേ ഞാനൊരു ദിക്ർ ചൊല്ലിയവളാ നബിയേ, ഞാന് ഒരു ദിക്ർ ചൊല്ലിയവളാ നബിയേ. ആദരവാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയതമ പറയുകയാ, യാ റസൂലല്ലാഹ്, ഈ മനോഹരമാകുന്ന മദ്രസയ്ക്കകത്തിരിക്കുന്ന ഉമ്മമാരോട് പറയുകയാ, കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, താങ്ങാൻ കഴിയാത്ത നൊമ്പരങ്ങൾ വരുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മ ആയിഷ ബീവി പറഞ്ഞതെന്താ? ആയിഷ ബീവി നബി തങ്ങളോട് പറയുകയാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നബിയേ ഞാൻ എല്ലാ ദിവസവും ഞാൻ ചൊല്ലിയതാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഞാൻ നിങ്ങളുടെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നത് ആയിഷ ബീവി പറയുമ്പോ അത്രത്തോളം ബറക്കത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും തവക്കൽതു അലല്ലാഹ് പറഞ്ഞാൽ അവന്റെ കൂടെ അള്ളയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ?
നമ്മളെല്ലാ കാര്യത്തിലും തവക്കൽതു അലല്ലാഹ് പറയാ. അല്ലാഹു എല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ.